Hey friends, welcome back to Consult. This is Sajid Sajeev and you are watching The Tech Reveals. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ DJI Mavic Air ആണ്. ഈ DJI Mavic Air ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 10 മാസത്തിൽ കൂടുതലായി. അൺബോക്സിംഗ് വീഡിയോ ഒന്നും നേരത്തെ ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഫ്ലൈ മോർ കോംബോ എന്ന് പറയുന്ന ഒരു പാക്കേജാണ് ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങുന്ന സമയത്ത് എനിക്കായത് 4800 ദിറംസ് ആയിരുന്നു. അതായത് ഏകദേശം നമ്മളുടെ ഇന്ത്യൻ രൂപയോട് കൺവേർട്ട് ചെയ്യുമ്പോൾ 92,000 ഇന്ത്യൻ രൂപയോളം വരും. ഇപ്പം നമുക്ക് ഇതേ പാക്കേജ് തന്നെ വാങ്ങാൻ സാധിക്കുക. ഓൺലൈനിലൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു 3600 ദിറംസ് മുതൽ അങ്ങോട്ടേക്കുണ്ട്. ഈ ഫ്ലൈമോർ കോംബോ വാങ്ങിയപ്പോൾ എക്സ്ട്രാ എന്തൊക്കെയാണ് കിട്ടിയെന്ന് ഞാൻ പറയാം. ഈ 2 ബാറ്ററി എക്സ്ട്രാ കിട്ടി. പിന്നെ നമ്മളുടെ ഈ ഒരു ബാറ്ററിയെ പവർ ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കണക്ടർ നമുക്ക് എക്സ്ട്രാ കിട്ടി. ഈ ഒരു ലീഫ് നമുക്ക് എക്സ്ട്രാ കിട്ടിയതാണ്. പിന്നെ ഈ ചാർജർ, നോർമൽ വരുന്ന ചാർജർ ഒരു ബാറ്ററി മാത്രം ചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു കേബിളാണ് വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ 4 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജ് ബേസ് സ്റ്റാൻഡ് നമുക്ക് കിട്ടി ഇതിൻ്റെ കൂടെ. പിന്നെ ഈ ഒരു ബാഗ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടി. ഈ ബാഗ് വളരെ ഉപകാരമുള്ളൊരു ബാഗാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഫ്ലൈയിങ് ഗാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അൺബോക്സിംഗ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളുടെ ഈ ഡ്രോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോണാണിത്. എല്ലാ പ്രൊപ്പല്ലേഴ്സും നമുക്ക് ഇതുപോലെ മടക്കി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ബാഗിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോണാണ് ഇത്. ഈ ഡ്രോണിൻ്റെ മറ്റുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് ഒരു USB-C പോർട്ട് കേബിൾ കിട്ടിയിട്ടുണ്ട്. ഈ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഫയൽസ് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് കിട്ടിയത് നമ്മളുടെ കൺട്രോളർ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു കേബിളാണ്. ഈ USB കേബിള് മൈക്രോ USB കേബിളാണ്. ഈ ഡ്രോണിൻ്റെ ബാഗ്, ഈ ഡ്രോൺ കൊണ്ട് നടക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബാഗ് വളരെ നല്ലൊരു ബാഗാണ്. അത് വളരെ യൂസ്ഫുള്ളുമാണ്. ഈ ബാഗിനകത്തേക്ക് നമ്മളുടെ ഡ്രോൺ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രോൺ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോണാണിത്. ഈ ഒരു കാരണം കൊണ്ടുകൂടെയാണ് ഞാൻ ഈ മാവിക് DJI Air എന്ന മോഡൽ സെലക്ട് ചെയ്തത്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മളുടെ ബാഗിൽ ഇത് കൊള്ളും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫാൻറ്റം 4 പോലുള്ള വലിയ ഡ്രോൺസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലീഫ് നമുക്ക് ഓരോ തവണയും ഊരി മാറ്റി വെക്കണം. പിന്നെ മാത്രമല്ല അതിൻ്റെ വിങ്സ് ഒന്നും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനാണെങ്കിൽ അങ്ങനൊരു കുഴപ്പമില്ല. ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. ഈ റിമോട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ റിമോട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിമോട്ടാണ്. നമ്മുടെ റിമോട്ടിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സ്ക്രീനോ ഡിസ്പ്ലേ ഒന്നും നമുക്ക് ഇതിലില്ല. എന്നിരുന്നാൽ പോലും നമ്മളുടെ മൊബൈൽ ഈസി ആയിട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിമോട്ടാണ്. ഈ റിമോട്ട് ഇവിടെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇടതും വലതുമായിട്ട് 2 സ്ക്രൂ ടൈപ്പ് ജോയ്സ്റ്റിക്ക് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രൂ ചെയ്യുക. ഓരോ തവണയും നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത് അൺസ്ക്രൂ ചെയ്ത് ഇവിടേക്ക് വെക്കണം. എന്നാലേ നമ്മളുടെ ബാഗിൽ ഫിറ്റ് ആവുള്ളൂ. ആ ഒരു ഡിസൈനും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐഫോണിൻ്റെ കേബിളാണ്. ഇതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിനകത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററായിട്ടൊരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ USB പോർട്ട് ഉപയോഗിച്ച് നമ്മളുടെ ചാർജിങ് കേബിൾ ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ മികച്ച നിലവാരമുള്ള ഒരു ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടിയ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല വീഡിയോ ക്വാളിറ്റിയാണ്. മാത്രവുമല്ല ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഗിംബൽ വളരെ സ്റ്റേബിളാണ്. മാക്സിമം വിൻഡിനെയൊക്കെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ അൺഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന 2 വിങ്സ് ഉണ്ട്. അതിൽ ആ ലാൻഡിങ് ഗിയറായിട്ടും ഇത് ഉപയോഗിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ആൻറ്റിനയായിട്ടും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സിഗ്നൽസൊക്കെ റിസീവ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഇതിലൂടെയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ 2 വശത്തും ഒരു ക്ലിപ്പ് പോലൊരു ഭാഗമുണ്ട്. ഈ ക്ലിപ്പിലേക്ക് താഴേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്തെടുക്കാം.
നമ്മളൊരു ഡ്രോൺ സ്വന്തമാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 249 അല്ലെങ്കിൽ 250 ഗ്രാം ഭാരത്തിന് മുകളിലുള്ള എല്ലാ ഡ്രോണും അതാത് സ്ഥലത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നൊരു റെഗുലേഷൻ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ UAE പോലുള്ളൊരു കൺട്രിയിലാണ് താമസിക്കുന്നതെങ്കിൽ, അവിടെയാണ് നിങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡ്രോൺ വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഡ്രോൺ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കൊരു ഹോബിയുടെ ലൈസൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇൻ കേസ് നിങ്ങളുടെ ഇതൊന്നും ഇല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഫൈൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ജയിലിൽ തന്നെ ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം. മാത്രവുമല്ല, നിങ്ങൾ ഇൻ കേസ് ഈ സാധനം നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കസ്റ്റംസുകാർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രോൺ പുറത്തേക്ക് ഇറക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലേക്കുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ നാട്ടിലെ രജിസ്ട്രേഷൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ പോയി ചെയ്യാം. അതിനുള്ള ഒരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് നമുക്ക് ഈ ഡ്രോണിൻ്റെ മെമ്മറി കാർഡും പിന്നെ USB-C പോർട്ടും ഉള്ളത്. നമ്മളുടെ ഈ വീഡിയോയിൽ ഈ ഡ്രോൺ എങ്ങനെ ഫ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഈ ഡ്രോൺ വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്, ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ്, മാത്രമല്ല ഈ ഡ്രോൺ ഈ പൈസയ്ക്ക് കൊടുത്ത് വാങ്ങിയിട്ട് നമുക്കത് മുതലാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും യൂട്യൂബ് വീഡിയോസിൽ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഫ്ലൈയിങ് സോൺ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഡ്രോൺ ഉള്ള ഒരു ഭാഗത്തെ വീഡിയോസ് മറ്റുള്ള വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഡ്രോണിൻ്റെ ഫൂട്ടേജ് എപ്പോഴും നമുക്കൊരു ഏരിയൽ ഫൂട്ടേജ് വരുമ്പോൾ അത് അത്രയും നല്ല ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ വീഡിയോയിൽ കിട്ടും എന്നുള്ളതിൽ തീർച്ചയാണ്. അപ്പം ഇതിൻ്റെ ഓവറോൾ ഈ ഡ്രോണിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതിൻ്റെ കുറച്ച് ഫൂട്ടേജൊക്കെ ഞാൻ മുമ്പ് ചെയ്ത കുറച്ച് ഫൂട്ടേജ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു വരാം. ആ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. അപ്പോൾ നമ്മൾ ഈ ഡ്രോൺ ഉപയോഗിച്ചെടുത്ത കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോ 4K 60 ഫ്രെയിം ക്വാളിറ്റിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. മാത്രമല്ല എൻ്റെ ചില വീഡിയോസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൊഫൈൽ D-Logൽ എടുത്തിട്ടുണ്ട്. ആ D-Logൽ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് പോസ്റ്റിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ച് കൺട്രോൾ ഉണ്ടാവും. നോർമൽ രീതിയിൽ എടുക്കുമ്പോൾ നമ്മളുടെ ബ്ലാക്ക് പ്രൊഫൈലൊക്കെ കുറച്ച് കയറി കിടക്കും. അത് നമുക്ക് പോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ D-Logൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡൈനാമിക് റേഞ്ച് കുറച്ച് നല്ല ഡൈനാമിക് റേഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളർ ഗ്രേഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും.
പിന്നെ ഈ ഡ്രോണിന് DJI Mavic Proന് ഉള്ളതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ് ക്യാമറ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. ആ ഫീച്ചർ ഉപയോഗിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ ഒറ്റയ്ക്ക് ആണ് വീഡിയോ എടുക്കാൻ പോകുന്നതെങ്കിൽ ആ ട്രാക്ക് ഉപയോഗിച്ച് ഞാനിങ്ങനെ സംസാരിച്ച് നടക്കും, ഡ്രോൺ എന്നെ ഫോളോ ചെയ്തു വരും. അതൊരു നല്ല ഫീച്ചറാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഡ്രോണിൽ യൂസ് ചെയ്യുന്നത്. ഓവറോൾ എനിക്ക് ഈ ഡ്രോൺ ഒരു 10 months യൂസേജിൽ വളരെ നല്ലൊരു ഡ്രോണാണ്. അപ്പോൾ ഇതുപോലൊരു ഡ്രോൺ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതെന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിന് തീർച്ചയായും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി വരുന്നവരെ ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.